ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. ഞാനപ്പം പെട്ടെന്ന് എനിക്ക് തോന്നിയതാണ് ഒരു ഈവനിങ് വ്ളോഗ് ചെയ്യാന്ന്. എനിക്ക് പെട്ടെന്ന് എപ്പോഴും അങ്ങനെ ഒരു മൂഡൊന്നും വരത്തില്ല വ്ളോഗ് ചെയ്യാനായിട്ട്. പക്ഷെ ഇന്ന് പെട്ടെന്ന് ഒരു ഈവനിങ് വ്ളോഗ് ചെയ്യാൻ ഒരു ആഗ്രഹം. അപ്പൊ എന്താന്ന് വെച്ചാൽ ഞാൻ എൻ്റെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാൻ താഴെ ഇറങ്ങി വന്നു. വൈകുന്നേരത്തേനുള്ള ഡിന്നർ ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു. മസാല ദോശ ഉണ്ടാക്കാം, കാരണം ദോശമാവ് കുറെ ഇരിപ്പുണ്ട്. അപ്പൊ അതായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ വന്ന് ഫ്രിഡ്ജിൽ വന്ന് നോക്കിയപ്പോഴാണ് ക്യാരറ്റും ഇല്ല, കിഴങ്ങും ഇല്ല, ഒന്നുമില്ല. പക്ഷെ മസാല ദോശ ഉണ്ടാക്കാമെന്ന് നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ ആഗ്രഹിച്ചു പോയല്ലോ. പിന്നെ മസാല ദോശ ഉണ്ടാക്കണം, അങ്ങനെ പിൻവാങ്ങരുത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ കടയിലോട്ട് പോവാണ്. അപ്പൊ എന്റെ തൊട്ടടുത്തെന്ന് വെച്ചാൽ അത്ര തൊട്ടടുത്തല്ല, ഒരു വീടടച്ചു. ഓക്കെ, നമുക്ക് ഇറങ്ങാം. ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ നടക്കണം. പൈസ എടുത്തില്ല, ഒരു മിനിറ്റ്. നടക്കുന്ന ദൂരത്തില് നമുക്കൊരു കടയുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ ഞാനിപ്പം 3 മണിയായി കേട്ടോ. ഞാൻ എൻ്റെ ലഞ്ച് ഇപ്പം കഴിഞ്ഞേ ഉള്ളൂ. അപ്പം ലഞ്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്ന, ചെറുതായിട്ട് മഴ പെയ്യുന്നല്ലോ. പ്രശ്നമോ? എനിക്ക് വേറൊരു കാര്യം ചെയ്യാം. ഞാൻ ഈ ജാക്കറ്റ് മാറി എൻ്റെ വേറൊരു ജാക്കറ്റ് കേട്ടോ. ഒരു മിനിറ്റ്. ഒരാഴ്ചയായിട്ട് നല്ല ചൂടിങ്ങനെ കൂടി വരുമായിരുന്നു. ഭയങ്കര ചൂടായിരുന്നേ. ഭയങ്കര ഹെവി ഹീറ്റ് വാർണിംഗ് ഒക്കെ വന്നിട്ടുള്ള ഭയങ്കര ചൂടായിരുന്നു. പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേനും മഴയ്ക്ക് നമ്മളോട് ഒരു സഹതാപം തോന്നും. അപ്പം ഇന്ന് തൊട്ട് ഇവിടെ മഴയാണ്. അപ്പം കൂടി വന്ന ചൂടൊക്കെ ടിം പറഞ്ഞ് താഴ്ത്തു പോയി. ഇന്ന് തൊട്ട് വീണ്ടും തണുപ്പായി. എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പല്ല, പക്ഷെ ഒരു നല്ല ക്ലൈമറ്റ്. ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട്. യാ, സോ ദിസ് ഈസ് മൈ ബ്യൂട്ടിഫുൾ നെയ്ബർഹുഡ്. അവിടെ ഒരു വീട്ടിൽ കണ്ടോ, പിന്നെ കാറിൻ്റെ മുകളിൽ ഇങ്ങനെ ബോട്ടൊക്കെ വെച്ചേക്കുന്ന. എനിക്ക് എൻ്റെ ഈ നെയ്ബർഹുഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വലിയ അലമ്പും അങ്ങനത്തെ ഒച്ചയും ബഹളങ്ങളൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നത് ഞാനും വിപിനും കല്യാണം കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ച ഒരു സ്ഥലം ഇതാണ്. ബാക്കി എല്ലാ സ്ഥലത്തും നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 13 വർഷമായി കേട്ടോ. അതിൽ 8 വീട്ടിൽ നമ്മളിങ്ങനെ പല പല ജോലി കാര്യങ്ങളും ഒക്കെ ആയിട്ട് ട്രാൻസ്ഫർ അതും ഇതൊക്കെ വന്ന് മാറി മാറി താമസിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ വീട്ടിലും 1 വർഷം 2 വർഷം മാക്സിമം താമസിച്ചിട്ടുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ വീട്ടിലും ഈ സ്ഥലത്തുമാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ താമസിച്ചിട്ടുള്ളത്, 4 വർഷം. അപ്പൊ നമ്മളിങ്ങനെ നടന്ന് അങ്ങ് പോണം. 5 മണിക്ക് കൊച്ചുവിന് സ്വിമ്മിങ് ക്ലാസ് ഉണ്ട്. അപ്പം അവൻ വരുമ്പോൾ 4:30 അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമുക്ക് YMCAയിലോട്ട് സ്വിമ്മിങ്ങിന് പോകണം. അയ്യോ, നിങ്ങളൊരു പൂ കാണിച്ചു തന്നോ. ഇറ്റ്സ് മൈ ഫേവറേറ്റ് ഫ്ലവർ. മഴ പെയ്ത് കാരണം ഇത് വാടി ഉണങ്ങി, കുറേയൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു പോയി. നല്ല രസം കേട്ടോ. എനിക്ക് നമ്മുടെ മുല്ലപ്പൂവിൻ്റെ ഒക്കെ പോലെ ഒരു ചെറിയൊരു നല്ല മണമൊക്കെ ഉണ്ട് ഇതിങ്ങനെ കൊടം പോലെ ഈ ചെടിയിൽ നിറച്ചും ഇങ്ങനെ ഉണ്ടായി നിൽക്കും. നമ്മുടെ വീട്ടിൽ നിന്ന് ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലോട്ട് വരാനുള്ള ഒരു ഷോർട്ട് കട്ട്. ഇത് കൊച്ചുവാണ് ഈ ഷോർട്ട് കട്ട് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഗ്രോസറി ഔട്ട്ലെറ്റ്സ് ഉണ്ട്, ബ്യൂട്ടി സലൂൺ ഉണ്ട്. സോ നമ്മൾ നമ്മുടെ കടയിലെത്തി. ക്യാരറ്റ് എവിടെ? ക്യാരറ്റ് ഇതെൻ്റെ കയ്യിൽ തന്നെ, ഞാൻ ബാക്കിൽ പെട്ടെന്ന് മേടിച്ചു. ക്യാരറ്റ് എടുക്കാം. ഇത് വേറെ ഞാൻ തന്നെ. ക്യാരറ്റ് 2 സാധനം എടുത്താൽ മതി. കിഴങ്ങ് എവിടെയാ? കിഴങ്ങ് ഇവിടെ ഇല്ലേ? അവിടെ ഉണ്ട്. കിഴങ്ങ് എടുക്കാം. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഇവിടെ കറങ്ങി തിരിഞ്ഞ് കണ്ണിൽ കാണുന്നതൊക്കെ എടുത്തുകൊണ്ട് പോകും. അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഐ കൺട്രോൾ മൈസെൽഫ്, ലൈക്ക് ഇതൊന്നും ആവശ്യമില്ലാത്ത മേടിക്കാതിരിക്കാനായിട്ട്. ഒരു 3 കിഴങ്ങ് എടുത്താൽ മതി. കാരണം കൂടുതൽ കിഴങ്ങ് എടുത്താൽ കിഴങ്ങ് അവിടെ അങ്ങ് ഇരുന്ന് പോകത്തേ ഉള്ളൂ. അപ്പം ഇന്നത്തേന് ആവശ്യമുള്ള 3 കിഴങ്ങും ക്യാരറ്റും. അപ്പോൾ ഞാനൊരു കവർ എടുത്തിട്ട് വരട്ടെ. അപ്പോൾ നമ്മൾ സാധനമൊക്കെ ആയിട്ട് എത്തി. മണി ഇപ്പോൾ 3:45 ഭയങ്കര ടൈറ്റായിപ്പോയി. കാരണം 3:45 തൊട്ട് 4:30 വരെ. അപ്പം നമുക്ക് 45 മിനിറ്റ്സ് ആണ് മസാല ദോശ ഉണ്ടാക്കാനായിട്ടുള്ളത്. 5 മണിക്ക് കൊച്ചുവിനെ കൊണ്ട് YMCA പോകണം. അപ്പോൾ ഭയങ്കര പ്ലാനിങ് ഒക്കെ ചെയ്യണം. അപ്പം ഞാൻ കിച്ചണിലോട്ട് കയറട്ടെ. കുറച്ചുകൂടെ മുന്നേ തുടങ്ങണ്ടായിരുന്നു. ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിപ്പോയി. അതിന് മുന്നേ ഈ ജാക്കറ്റ് ഇട്ടുകൊണ്ട് അങ്ങോട്ടേ പോകുന്ന. ദോശമാവ് പുറത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ കിഴങ്ങും ക്യാരറ്റും ഒക്കെ വേവിക്കാനായിട്ട് അടുപ്പേ കയറ്റി. എനിക്കാണ് ഭയങ്കര ദാഹം എന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് ഈ നാട്ടിലിങ്ങനെ സോഡ നാരങ്ങ കുടിക്കത്തില്ലേ, അങ്ങനെ സോഡ നാരങ്ങ കുടിക്കാനുള്ള ഒരു ദാഹം. ലെമൺ ജ്യൂസ് സ്ക്വീസ് ചെയ്ത്. അപ്പൊ നമുക്കിത് ഉപ്പിട്ട് കുടിക്കാം. നമുക്കല്ല, എനിക്ക്.
നാട്ടിലായിരിക്കുമ്പോൾ ഉണ്ടല്ലോ, എവിടോട്ടെങ്കിലും പുറത്തിറങ്ങിയ ബസ്സൊക്കെ കയറി പോവല്ലോ, ബസ് ഇറങ്ങുമ്പം അപ്പം എനിക്ക് നാരങ്ങ വെള്ളം വേണം. അങ്ങനെ ഞാൻ സോഡ നാരങ്ങ വെള്ളം കടയിൽ നിന്ന് കുടിക്കുമായിരുന്നു. അപ്പൊ ഞാനൊരു ഭയങ്കര സോഡ നാരങ്ങ വെള്ളത്തിന് ഭയങ്കര ഒരു കൊതിച്ചിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ സോഡ നാരങ്ങ വെള്ളം? നാട്ടിലിങ്ങനെ നമ്മൾ ചൂടത്ത് ഇങ്ങനെ ബസ്സിലൊക്കെ ഇങ്ങനെ അലഞ്ഞു പോയിട്ട് ഇങ്ങനെ ദാഹിച്ച് ചെന്നിട്ട് ഒരു കടയിൽ നിന്ന് സോഡ നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം. കഥ പറഞ്ഞു നിന്നപ്പോഴാണല്ലോ തേങ്ങ എടുത്ത് പുറത്ത് വെക്കാൻ മറന്നുപോയി. ഓക്കെ, ബിബിന് മസാല ദോശ മാത്രം പറ്റത്തില്ല. ബിബിന് ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിലാണ് ബിബിന് സന്തോഷം. അത്രേ ഉള്ളല്ല, ബിബിന് എനിക്ക് മസാല ദോശ മാത്രം പറ്റത്തില്ല, ചമ്മന്തി ഇല്ലാണ്ട് ഞാൻ കഴിക്കത്തില്ല, അങ്ങനൊന്നുമില്ല. ചമ്മന്തി ഉണ്ടെങ്കിൽ സന്തോഷം. അപ്പം നമ്മൾ സന്തോഷിപ്പിക്കണമല്ലോ. അപ്പോൾ ശരി ഗൈസ്, ഞാനിങ്ങനെ വാ പോയ കോടാലി പോലെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. എൻ്റെ പരിപാടികളൊന്നും നടക്കുന്നില്ല. നാരങ്ങ വെള്ളം കുടിച്ചു, കിഴങ്ങ് വെള്ളത്തിൽ കയറ്റി, അടുപ്പിൽ കയറ്റി. അപ്പോൾ നമ്മളിനി കാണുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ മസാല ദോശ ചുട്ടിട്ട് ഒരു അടിപൊളി മസാല ദോശ ഇങ്ങനെ എടുക്കുമല്ലോ. അഹങ്കാരം പാടില്ലെന്ന് പറയത്തില്ലേ. എൻ്റെ മസാല ദോശ 2 പീസായിട്ട് കുളമായി. മൊത്തത്തിൽ ഇവിടെ ചടപട മൊത്തത്തിൽ ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു. എൻ്റെ ഫസ്റ്റ് മസാല ദോശ 2 പീസായി പോയി. സോ നമ്മൾ അഹങ്കരിക്കരുത്. ഞാൻ എൻ്റെ ഭയങ്കര മുന്നത്തെ ഷോട്ടിൽ എന്തൊരു അഹങ്കാരം. ഞാനിങ്ങനെ മസാല ദോശ എടുത്ത് മറിച്ചിങ്ങ് കൊണ്ടുവരുമെന്നല്ല പറഞ്ഞാൽ. അതിപ്പോൾ തൽക്കാലം ആദ്യത്തെ മസാല ദോശ കുളമായി. അല്ലെങ്കിലും ഫസ്റ്റ് മസാല ദോശ എപ്പോഴും എല്ലാവർക്കും കുളമാകത്തില്ലേ, അതാണ്. അപ്പം ഞാൻ മൊത്തത്തിൽ ഹരിബറി ആയിപ്പോയി കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ സ്ലോ ഡൗൺ ചെയ്യട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. കൊച്ചു എളുപ്പം കഴിച്ചിട്ട് നമുക്ക് പോവാം. 2 മിനിറ്റ്സ് കഴിക്കുമ്പോ ഓടി വായ കൊച്ചു. കൊച്ചു ഹെഡ്സെറ്റ് കാറിലുണ്ടോ നോക്കോ, ഒരു സെക്കൻഡ്. അമ്മ ഹെഡ്സെറ്റ് കാറിലുണ്ടോ നോക്ക്. സോ ഗൈസ്, അപ്പൊ നമ്മൾ YMCA പോവാണ് കൊച്ചുവിനെയും കൊണ്ട്. നമ്മളിവിടെ ട്രെയിനിന്റെ അടുത്ത് വന്ന് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അല്ലെങ്കിൽ എപ്പോഴും അങ്ങനെയാണ്, നമ്മൾ അർജന്റ് ആയിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ ഈ സംഭവം ഇവിടെ ക്ലോസ്ഡ് ആയിരിക്കും. എനിവേ പെട്ടെന്ന് ട്രെയിൻ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇതാണ് ഇവിടുത്തെ സെപ്റ്റ ട്രെയിൻ എന്ന് പറയും. ഇവിടെ പെൻസിൽവേനിയയിലെ ഒരു ട്രെയിൻ പരിപാടിയാണ് സെപ്റ്റ ട്രെയിൻ. ഇതായിട്ട് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുന്നു. കുഞ്ഞു ട്രെയിനാണ് കേട്ടോ. ഇവിടുത്തെ ട്രെയിൻ അങ്ങനെ ഭയങ്കര നമ്മുടെ നാട്ടിൽ പോലെ വലിയ ട്രെയിൻ ഒന്നുമില്ല, വെരി സ്മോൾ ട്രെയിൻ. എനിവേ അപ്പൊ നമ്മൾ ഒത്തിരി അത് ട്രബിൾ ചെയ്യിച്ചില്ല, നമ്മൾ പോവാണ്. തുറക്കൂ പൊങ്ങട്ടെ, എല്ലാം പൊങ്ങട്ടെ. എന്താ ഇവര് പൊങ്ങോട്ട്? ഓ മൈ ഗോഡ്, കട്ട് ചെയ്തോ കൊച്ചു. അത് മോള് തൂക്കിയിട് കൊച്ചു. ഒരു മാരത്തോൺ ഓട്ടം കഴിഞ്ഞ് കുച്ചുവിനെ കൊണ്ടാക്കി. ഇനിയിപ്പൊ ഞാന് ജിമ്മിലോട്ട് പോകും. അപ്പൊ എൻ്റെ 50 മിനിറ്റ്സ് വർക്കൗട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് കുച്ചുവിനെ സ്വിമ്മിങ് ക്ലാസ് അവൻ്റെ 50 മിനിറ്റാണ് ഉള്ളത്. അതിപ്പോൾ കഴിഞ്ഞാണു. അവനെ പോയി വിളിച്ചിട്ട് വന്നിട്ട് ഞാൻ അവനെ ഇങ്ങനെ പിള്ളേരെ നോക്കുന്നൊരു ഫാമിലി സെൻ്റർ ഉണ്ട് ഇവിടെ, അവിടെ കൊണ്ടേയാക്കും. എന്നിട്ട് ഞാൻ പിന്നെ ഒരു ഹാഫ് ആൻ അവർ കുറച്ച് നേരം കൂടെ ജിമ്മിൽ പോകും. അതാണ് എൻ്റെ പ്ലാൻ. അപ്പം നമുക്ക് കുച്ചുവിനെ വിളിക്കാം. കുച്ചു, ഹൗ വാസ് യുവർ സ്വിമ്മിങ്? How was your swimming? നീ കൊച്ചു ഫാമിലി സെന്ററിൽ പോവാണ്. വാട്ടർമെലൺ ഫിനിഷ് ആയില്ലേ? വേറെ വല്ല ഫ്രൂട്ട്സ് മേടിക്കാം. Oranges? Okay, we'll buy orange. അപ്പൊ ഓൾറെഡി വീട്ടിൽ വന്ന് കാണും. വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട്, ഒരു ദോശയല്ലേ നീ കഴിച്ചുള്ളൂ, കുറച്ചുകൂടെ ഫുഡ് കഴിച്ചിട്ട് എല്ലാ സമയം നല്ലതായിരുന്നു. ഇത് ഓർമ്മ, ഇത് 2 കൊണ്ടുവരാൻ കണ്ടാ അറിയോ? വേണമെങ്കിൽ പറയാം, വേണ്ടെങ്കിൽ പറയാം. എനിക്ക് മതി, എനിക്ക് ഇഷ്ടം മതി. വന്നായിരുന്നു 13 വർഷം മുന്നേ. അത് ഞാൻ വിശ്വസിക്കത്തില്ല. എല്ലാം